Praise be Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ അഷിക് ജോയ്. സെപ്പഴത്തി പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster qui es in chalice, sanctificetur nomen tu, advenia regnum tu, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimitimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കോൺസ്പിറസി തിയറി എന്നൊക്കെ പലരും പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിൽ എതിർ ക്രിസ്തു മുദ്ര ചെയ്യാൻ പോകുന്ന ചിപ്പിനെ പറ്റിയിട്ട്, മുദ്രയെ പറ്റിയിട്ട്. അപ്പോൾ വെളിപാട് 13-ാം അധ്യായത്തിലാണ് ഈ മുദ്രയെക്കുറിച്ച് പറയുന്നത്. വലിയവരെയും ചെറിയവരെയും ധനികരെയും എല്ലാവരെയും മുദ്ര കുത്തണമെന്ന് എതിർ ക്രിസ്തു നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. സോ അവസാന കാലത്ത് സംഭവിക്കേണ്ട മുദ്രയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ പല അഭിപ്രായങ്ങളുണ്ട്. ഈ മുദ്ര അല്ലെങ്കിൽ ഈ ആൻറ്റിക്രൈസ്റ്റ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ ബെന്നി പുന്നത്തറയുടെ ഒരു പുസ്തകത്തിൽ, കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന പുസ്തകത്തിൽ ബെന്നി പുന്നത്തറ പറയുന്നുണ്ട്, ഇത് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആശയമാണെന്നോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണെന്നോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊരു പേഴ്സണാണ്, ഇതൊരു വ്യക്തിയാണ്. അരാജകത്വത്തിൻ്റെ പുത്രൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ സഭയ്ക്കെതിരെ നീങ്ങുന്ന ആളുകളെ ഈ ആൻറ്റി ക്രൈസ്റ്റ് ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയാറുണ്ട്, ഈ ഫ്രീമേസൺ, ഇല്ലുമിനാറ്റി പോലെയുള്ളത്. പക്ഷേ ഇതൊരു വ്യക്തിയാണ് എന്ന് സഭാപിതാക്കന്മാരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ബെന്നി പുന്നത്തറയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മദർ ഓഫ് ഡിവൈൻ മേഴ്സി, ദൈവകരുണയുടെ മാതാവ് നൽകിയ മെസ്സേജാണ്. മാർച്ച് മാസം 21, 2022 മാതാവ് നൽകിയ മെസ്സേജ് ഇപ്രകാരമാണ്: എൻ്റെ മക്കളെ, സമാധാനം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. മക്കളെ, ലോകത്തിൽ വലിയ യുദ്ധങ്ങളും യുദ്ധാനന്തര സംഭവങ്ങളും ഉണ്ടാകും. മക്കളെ, ഭീകരമായ യുദ്ധങ്ങൾ ഉണ്ടാകും. ഒന്നുമല്ലാതാക്കുന്ന കെടുതികൾ ഉണ്ടാകും. മക്കളെ, ഗൗരവമേറിയ കാര്യമാണ് പറയുന്നത്, എല്ലായിടത്തും പ്രചരിപ്പിക്കുക. മാതാവ് പറയാണ്, ഈ മെസ്സേജ് എല്ലായിടത്തും പ്രചരിപ്പിക്കുക. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഉടൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര ഉടൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. മക്കളെ, ശരീരത്തിൽ അത് കുത്തിവെക്കാൻ അവനും അവൻ്റെ കൂട്ടരും നിങ്ങളെ നിർബന്ധിക്കും. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഈ കോവിഡ് വാക്സിൻ ആണോ ഈ കഴിഞ്ഞ പകർച്ചവ്യാധിയുടെ കാലത്തുണ്ടായത്? അതല്ല ഇത്. അതിൻ്റെ ഒരു ട്രയലായിരുന്നു. അതിൽ ഭൂരിഭാഗം പേരും വീണു. ഈവൻ വോളണ്ടറിലി എടുക്കേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ടും ഹെൽത്ത് വർക്കേഴ്സും ആശാ വർക്കർമാരൊക്കെ വന്ന് നിർബന്ധിച്ചിട്ട് എല്ലാവരും എടുപ്പിച്ചു. അവിടെയാണ് നമ്മൾ പ്രബുദ്ധരാവണം എന്ന് പറയണത്. ഇഫ് എ പ്രൊഡക്റ്റ് ഈസ് ഫ്രീ, ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ഫ്രീ ആണെങ്കിൽ ആക്ച്വലി നിങ്ങളാണ് ആ പ്രൊഡക്റ്റ്. അതായത് ഒന്നും ആരും വെറുതെ ഫ്രീ ആയിട്ട് തരില്ല. സോ അതിന് ചോദിച്ചപ്പോൾ ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി വരാനിരിക്കുന്ന ഒരു മുദ്രയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു 666 ആലേഖനം ചെയ്തിട്ടുള്ള അരിമണിയുടെ വലിപ്പത്തിലുള്ള ഒരു മുദ്ര. അത് പറയാണ്, മക്കളെ, ശരീരത്തിൽ അത് കുത്തിവെക്കാൻ അവനും അവൻ്റെ കൂട്ടരും നിങ്ങൾ നിർബന്ധിക്കും. ആരാണിക്കോട്ട്? ഇതാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. അന്ന് അവർ വന്ന് പറയും, ഇത് എടുത്തില്ലെങ്കിൽ ഇനി റേഷൻ ഇല്ല. ഇപ്പോൾ റേഷൻ അരി വാങ്ങിക്കാൻ നമ്മൾ ഫിംഗർ പ്രിൻ്റ് യൂസ് ചെയ്യുന്നു. നാളെ ഇതെടുത്തില്ലെങ്കിൽ, ഈ മുദ്ര എടുത്തില്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് സാലറി വാങ്ങിക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഫ്രീസ് ആവും, നമുക്ക് കാരം അടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് മുമ്പിൽ വരാൻ പോകുന്നത്. മക്കളെ, നിങ്ങളത് സ്വീകരിക്കരുത്. മക്കളെ, എതിർ ക്രിസ്തു ഉടൻ വരും. അടുത്തൊരു സന്ദേശത്തിൽ മാതാവ് പറയുന്നു, 2022 മാർച്ച് മാസം 22 എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അത് കുത്തിവെച്ചാൽ നിങ്ങൾ ആത്മീയമായും ശാരീരികമായും അവന് അടിമകളാക്കും. ഇത് 2022 3 വർഷം മുൻപ് അല്ലെങ്കിൽ 2.5 വർഷം മുൻപ് മാതാവ് നൽകിയ സന്ദേശമാണ്. മദർ ഓഫ് ഡിവൈൻ മേഴ്സി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശമാണ്. അത് കുത്തിവെച്ചാൽ നിങ്ങൾ ആത്മീയമായും ശാരീരികമായും അവന് അടിമകളാകും. എല്ലാവരും മുദ്ര സ്വീകരിച്ച് കഴിയുമ്പോൾ എതിർ ക്രിസ്തു പുറത്തു വരും. മാതാവിൻ്റെ മെസ്സേജാണ്. എല്ലാവരും ചിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് വരുമ്പോൾ എതിർ ക്രിസ്തുവിന് മുദ്ര വരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഇത് വരിക.
ഈ ഈ കുത്തിവയ്പ്പ് പാൻഡമിക്കിൻ്റെ കുത്തിവയ്പ്പ് എങ്ങനെയാണ് വന്നത്? എല്ലാവരും അടി കഴിയുന്ന രീതിയിൽ ക്യൂ നിന്ന് അടി കഴിയുന്ന രീതിയിലല്ലേ ഇത് എടുപ്പിച്ചത്. ഞങ്ങൾക്ക് താ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 7 പേരെ എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ഒരു നന്മയുടെ രൂപത്തിലായിരിക്കും ഇത് വരിക. ഏത് രീതിയിലാണ് നമുക്കറിയില്ല. നന്മയുടെ രൂപത്തിലായിരിക്കും വരിക. പിന്നീടായിരിക്കും അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞായിരുന്നു, ഇതെടുക്കാത്ത ടീച്ചർമാരുടെ പേരൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഭീഷണി. ഈ കുത്തിവയ്പ്പ് എടുക്കാത്ത ടീച്ചർമാരുടെ പേര്, അധ്യാപകരുടെ പേര്. കാരണം അധ്യാപകർ വിവരമുള്ളവർ ഇതിനെപ്പറ്റി അറിവുള്ളവർ ഒരു ടെസ്റ്റ് പോലും നടത്താത്ത ഈ സാധനം എടുക്കേണ്ട ആവശ്യമില്ല എന്നവർ തീരുമാനിച്ചു. അവരുടെ പേര് പുറത്തു വിടുന്ന ഒരു ഭീഷണി. അവർ വഴങ്ങിയില്ല. അപ്പോൾ മന്ത്രിക്ക് ഉപദേശം കൊടുത്തു, ആളുകൾ, അതായത് അങ്ങനെ പേരൊന്നും അങ്ങനെ പുറത്തു വിടാൻ പറ്റത്തില്ല. കാരണം ഇത് വോളണ്ടിയർലി എടുക്കേണ്ട സാധനമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യുന്ന പോർട്ടലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വോളണ്ടിയർലി എടുക്കേണ്ട സാധനമാണ്. അങ്ങനെ ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം പറഞ്ഞു ഇത് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കേണ്ട സാധനമാണ് എന്ന്. അതാണ് നിങ്ങൾ പേടിപ്പിച്ചിട്ട് എടുത്തത്. എന്നിട്ടോ എടുത്തു കഴിഞ്ഞ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താ പറഞ്ഞത്? ഞങ്ങളാരും നിർബന്ധിച്ചില്ല എടുക്കാൻ. നിങ്ങളോട് ആരെടുക്കാൻ പറഞ്ഞത്? അന്ന് കോവിഡിൻ്റെ സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ പോലും പറയും, ഈ അഡ്വർടൈസ്മെൻറ്റാണ്, എടുക്കൂ, പകർച്ചവ്യാധിയാണ്, ഇത് എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഒരു പ്രോബ്ലം വന്ന് ആൾക്കാർ മരിക്കാൻ തുടങ്ങി, ക്ലോട്ട് വരാൻ തുടങ്ങി, ഹാർട്ട് അറ്റാക്ക് വരാൻ തുടങ്ങി. സുപ്രീം കോടതി പോയപ്പോൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളോട് എടുക്കാൻ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റാണ് ഞാനീ പറയണത്. ഞങ്ങളാരും നിർബന്ധിച്ചിട്ടില്ല, അവിടെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല, ഞങ്ങളല്ല ഉത്തരവാദി, അത് മരുന്ന് കമ്പനിക്കാരാണ് എന്ന്. അപ്പോൾ ഇതുപോലെ നന്മയുടെ രൂപത്തിലായിരിക്കും വരിക. ആരും നിർബന്ധിക്കില്ല. പക്ഷേ അവസാനം എടുക്കാത്ത കുറച്ച് ടീമുകളുണ്ടാവുമല്ലോ, ഈ മുദ്ര, അവരെ ആയിരിക്കും നിർബന്ധപൂർവ്വം എടുപ്പിക്കാൻ പോകുന്നത്. ബാക്കി എല്ലാവരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മലയാളികൾ എന്താ പറയുക, എന്തും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ പോയി വാങ്ങിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. കേരളത്തെ പറ്റി മാതാവ് പറഞ്ഞിരിക്കുന്ന ഒരു മെസ്സേജ് ഇപ്രകാരമാണ്. 2022 ജാനുവരി 4 നൽകിയ മെസ്സേജിൽ, മക്കളെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനു മുൻപ് ഇങ്ങനെയാണ് പറയുന്നത്, മക്കളെ നിങ്ങൾ സഹിക്കേണ്ടി വരും, എതിർ ക്രിസ്തു ഉടനെ നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. മക്കളെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകും. സോ ക്ലിയർ ആണ്. കാരണം കേരളത്തിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ആദ്യം തുടങ്ങുന്നത് കേരളത്തിലാണ്. സോ മാധവ പറയുകയാണ്, ശാരീരികമായും ആത്മീയമായും ശാരീരികമായും നിങ്ങൾ അവൻ അടിമകളാകും. എല്ലാവരും മുദ്ര സ്വീകരിച്ച് കഴിയുമ്പോൾ എതിർ ക്രിസ്തു പുറത്തു വരും. അപ്പോൾ ഇതെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ പുറത്തു വരിക. എൻ്റെ ഒരു സുഹൃത്തിനുണ്ട് ഒരു അനുഭവം ഇതാണ്. അവൻ മക്കിയാട് ധ്യാന കേന്ദ്രത്തിൽ പോയി. അച്ഛൻ തലയെ കൈവെക്കുമ്പോൾ, മക്കിയാട് ധ്യാന കേന്ദ്രം അറിയില്ല, വയനാട്ടിലുള്ളത്, സെൻറ്റ് ബെനഡിക്റ്റിൻ്റെ. അച്ഛൻ തലയെ കൈവെക്കുമ്പോൾ ഇവൻ വീഴുകയാണ്. തലയെ കൈവെക്കുന്നു, ഇവൻ വീഴുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് അച്ഛനോട് പറഞ്ഞു ഇവൻ്റെ വാച്ച് നോക്കാൻ. അങ്ങനെ ഇവൻ്റെ വാച്ച് നോക്കിയപ്പോഴും ഇവൻ ചോദിച്ചു, ഇത് എന്താ സംഭവം? അവൻ പറഞ്ഞു, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്, ഓഫറിന് കിട്ടിയപ്പോൾ. അപ്പോൾ ഈ വാച്ചിൻ്റെ ഉള്ളിൽ 666 ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേക രീതിയിൽ റിച്വൽസൊക്കെ ചെയ്തിട്ട് അവരിറക്കിയ വാച്ചാണ്. ഈ വാച്ച് അയച്ചു കഴിഞ്ഞ് പിന്നീട് അച്ഛൻ ബ്ലസ് ചെയ്യുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ധരിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ ഈ മുദ്ര വന്ന അങ്ങനെയല്ല. അതാണ് പറയുന്നത്, മുദ്ര സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്കൊരു തിരിച്ചു പോക്കില്ല. അതുകൊണ്ട് മാതാവ് പറയാണ്, അത് കുത്തിവെച്ചാൽ നിങ്ങൾ ആത്മീയമായും ശാരീരികമായും അവർ അടിമകളാകും. ദൈവം ഒരിക്കലും നമ്മളിൽ തൊടാത്ത ഒരു കാര്യം നമ്മുടെ ഫ്രീ വില്ലാണ്. സ്വതന്ത്ര ഇച്ഛാശക്തി ദൈവം തൊടത്തില്ല. നിനക്ക് പാപം ചെയ്യാതിരിക്കാം, നിൻ്റെ ഇഷ്ടം. പക്ഷെ പാപം ചെയ്യരുത് എന്നാണ് എൻ്റെ ഇഷ്ടം. നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നീ അത് ചെയ്യരുത്. ഇതാണ് ദൈവം പറയണത്. പക്ഷെ സാത്താൻ അങ്ങനെയല്ല. ഈ ഫ്രീ വില്ലൊന്നും അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. സോ ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൻ അടിമകളാവും, നമ്മുടെ മൈൻഡ് കൺട്രോൾഡാവും. ഇതിപ്പം തന്നെ പഠനങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തിന്മ പെരുകുന്നു. 2 വയസ്സിലെ കൊച്ചിൻ്റെ അടുത്ത് കിണറ്റിലിടുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, അപ്പൻ മകള്, ഒന്നും പറയണ്ട. അപ്പോൾ ഇത് ലോകം മുഴുവനും സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു തരുന്നത് കോവിഡാണ് ഇതിന് കാരണം എന്ന്. അതായത് കോവിഡ് വഴി ആൾക്കാരുടെ മൈൻഡ് സെറ്റൊക്കെ മാറി. പക്ഷെ കോവിഡ് അല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെയായിരിക്കും മുദ്ര വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവം പോലും മാറും. കാരണം നമ്മൾ അവൻ അടിമകളാകും. അപ്പോൾ ഈ മുദ്രയെപ്പറ്റി അന്ന്
ഈ പറയുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഡോക്ടേഴ്സ് വരും, ഈ സ്പിരിച്വൽ അധികാരികൾ വരും, ഇതെടുക്കണം എന്ന് പറഞ്ഞിട്ട് അംബാസിഡേഴ്സ് വരും. ഇന്ന് നമ്മളിത് എടുത്ത് പറ്റിക്കപ്പെട്ടതുപോലെ അന്ന് മുദ്ര വരുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അവിടെ സിമ്പിൾ ഫെയ്ത്തോടുകൂടെ, എളിമയോടുകൂടെ, ഇത് ഞാൻ പറയണതല്ല, അതെ മാതാവ് പറയണതാണ്. മദർ ഓഫ് ഡിവൈൻ മേഴ്സി കേരളത്തിലെ ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ട് നൽകിയ മെസ്സേജാണ്. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ഇത് നമ്മുടെ ആളുകളോട് പറയുക. നാളെ ഈ ജോലി പോകുമല്ലോ എന്ന് കരുതി ഇത് എടുക്കും ആളുകൾ. നമ്മൾ പാൻഡമിക്കിൻ്റെ സമയത്ത് എടുത്തല്ലോ. അപ്പം അങ്ങനെ എടുക്കാതിരിക്കാൻ. അപ്പോൾ ഈ പ്രോസ്പെരിറ്റിയുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണ് ഇതിൽ ആദ്യം പെടുക. ജോലിയും കല്യാണം ലോണും മാറാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാതാവിനോടും വിശുദ്ധരോടും ഈശോയോടും പ്രാർത്ഥിച്ച് അതിനെ മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ആൾക്കാർ ഇത് വരുമ്പം കോംപ്രമൈസ് ചെയ്യും. എനിക്കറിയാം പാൻഡമിക്കിൻ്റെ സമയത്ത് ഈ കുത്തിവെപ്പ് എടുക്കത്തില്ല എന്ന് പറഞ്ഞ് ജോലി പോലും വേണ്ടെന്ന് പറയും, സർക്കാർ ജോലി പോലും വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സാധനം വരുമ്പോൾ ദയവ് ചെയ്തെടുക്കരുത്. നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലോട്ട് പോകും എന്ന് മാതാവ് പറയും. സ്വകാര്യ വെളിപാടാണ്, ആവശ്യമുള്ളവർ സ്വീകരിക്കുക. തിരുവചനത്തിലുണ്ട്. അപ്പോൾ ആ മുദ്ര ഇതല്ല, അതൊക്കെ നടന്നു കഴിഞ്ഞ കാര്യമാണ്, എതിർ ക്രിസ്തു എന്നില്ല എന്ന് പറയുന്ന പണ്ഡിതരും ഉണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ ഓഫ് ലൂർദ് പറഞ്ഞതുപോലെ, മൈ ജോബ് ഈസ് ടു ഇൻഫോം, നോട്ട് ടു കൺവിൻസ്. വിവ ക്രിസ്തോറെ.